ശ്രീ ടി മുഹമ്മദ് ബഷീർ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി മുഹമ്മദ് ബഷീർ, നിങ്ങൾ ഉൾപ്പെടുന്ന സംഘം അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെട്ട സമയത്താണോ പോലീസ് തടഞ്ഞത്? അവർ എന്താണ് താങ്കളെ അറിയിച്ചത് ശ്രീ ടി മുഹമ്മദ് ബഷീർ? ചിരാസി എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 120 കിലോമീറ്റർ ഞങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ ഇതിന്റെ ടോൾ ലൈൻ ഉണ്ട്, അവിടെ നിറയെ പോലീസ് സന്നാഹം തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയും തിരിച്ചു പോകണമെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ പുറപ്പെടുമ്പോൾ തന്നെ ഞങ്ങളുമായിട്ട് പറഞ്ഞു, മീഡിയയിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ നിയമം ലംഘിക്കാൻ പോകുന്നതല്ല. അത് എവിടെയാണ്, എവിടെ നിരോധനാജ്ഞ ഉണ്ടെന്ന് പറയുന്ന സ്ഥലം ഇനിയും ഞങ്ങൾക്ക് പോകാനുള്ളിടത്തുനിന്ന് ചുരുങ്ങിയത് ഒരു 100 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും ഈ ടോൾ ബൂത്തിന്റെ അവിടെ നിന്ന്. അവിടെയാണ് ഈ പോലീസ് വലിയൊരു യുദ്ധസന്നാഹം പോലെ അവിടെ വന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ ആ ഏരിയ, എഫക്റ്റഡ് ഏരിയന്റെ അടുത്ത് എത്താവുന്നോട് തടിയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരെ കഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കി 4-5 പേരും മരിച്ച സ്ഥലത്ത് ആരും അവരെ സാന്ത്വനപ്പെടുത്താൻ വന്നില്ലല്ലോ എന്നുള്ള ദുഃഖം പോലും മാറ്റാൻ വേണ്ടിയും വക്കീലന്മാർക്കുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അവരെ വെച്ചിട്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെയുള്ള വിക്ടിംസിനായിട്ട് സംസാരിക്കാനുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷെ അതിന്റെ എത്രയോ ദൂരെ വളരെ തെറ്റായ വിധത്തിലാണ് പോലീസ് ചെയ്തത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ യാതൊരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ പോലീസ് ചെയ്തത് അന്യായമാണ്. ആർക്കും ഒരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് അന്വേഷിക്കാൻ പോലും പാടില്ല എന്നുള്ള സ്വഭാവത്തിലേക്ക് ഗവൺമെന്റ് എടുത്ത നയം തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇതിലിപ്പോൾ ഈ ലീഗ് MP-മാരാണോ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്? 5 MP-മാര്, ലീഗിന്റെ MP-മാര്. ആകെ 5 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആകെ 5 പേര്, ഞങ്ങൾ 5 പേരാണ്. അതിൽ പോലീസ് പറയുന്ന കാര്യം ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഇത് നിരോധനാജ്ഞയുണ്ട്, അതുകൊണ്ട് നിലവിൽ അവിടെ ഒരു സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. നിരോധനാജ്ഞ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ലെന്നേ അവര് പറയുന്നുള്ളൂ. നിരോധനാജ്ഞ ഇല്ലല്ലോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിരോധനാജ്ഞ ഇല്ല. പക്ഷെ ഞങ്ങളെ അനുവദിക്കില്ല എന്ന സമീപനമാണ് അവരെടുത്തത്. അല്ല, സംഭലിലേക്കല്ലേ നിങ്ങൾ പുറപ്പെട്ടത്? അതെ അതെ, ഓക്കെ, ശരി. സംഭലിലേക്ക് പോകുന്നതിന്റെ വഴിയിലാണിത്. ഒരു 100-120 കിലോമീറ്റർ ഡൽഹിയിൽ നിന്നുണ്ട് ഇങ്ങോട്ട് യാത്ര. ഓക്കെ, താങ്ക് യു ശ്രീ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചതിന്. സംഭലിലേക്ക് പുറപ്പെട്ട ലീഗ് MP-മാരെയാണ്. അതിന് കുറേ മുൻപ് വരെ എത്തിയപ്പോഴേക്കും പോലീസ് തടഞ്ഞത് 5 പേരടങ്ങുന്ന സംഘമാണ്, MP-മാരുടെ സംഘമാണ്, ലീഗ് MP-മാരുടെ സംഘമാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. എന്നാൽ പോലീസിൻ്റെ നടപടി ഒട്ടും ശരിയായില്ല, അനുചിതമായ നടപടി എന്നതാണ് ഇപ്പോൾ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത്. ഏതായാലും പോലീസിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നുകൂടി അറിയിക്കുന്നുണ്ട്.